ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അവിൽ പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അവിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. അവിലും നെയ്യും കൂടി നല്ലോണം മിക്സായി കിട്ടണം, എന്നാലേ ആ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ എൻ്റെ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കപ്പിൽ പാൽപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീമാണ് ആവശ്യമുള്ളത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ, അതുകൊണ്ടാണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലെന്ന് പറഞ്ഞാൽ 500 ml പാലാണ് എടുത്തത്. അതും കൂടി ഒഴിച്ച് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് എടുത്ത് വെക്കാം. ഗ്യാസിൽ വെച്ച് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് അടിക്ക് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, അതുകൊണ്ട് കൈ വിടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി, നമുക്ക് അധികം കുറുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് അടിഭാഗത്ത് നമുക്ക് അവിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടിഭാഗത്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്താൽ നമുക്ക് നേരത്തെ ആക്കി വെച്ച പാൽ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യും.
ഇതുപോലെ ആക്കി നമുക്കൊരു സ്പൂണോട് മുകൾ ഭാഗം ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടി കുറച്ച് അവിൽ മിക്സ് ഇട്ട് കൊടുക്കാം. അടിഭാഗത്ത് ഇട്ടതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും, അവിൽ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പുഡിങ്ങിന്. അതുകൊണ്ടാണ് മുകളിലും അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ അവിൽ പുഡിങ് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അതുപോലെ അവിലൊന്നും കഴിക്കാതെ കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാകും. അവർ പെട്ടെന്ന് കാലിയാക്കി തരുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഇവിടെ